ഈ സെയിം ലെൻസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷെ ഇതിന് ഈ ഒരു ലൈറ്റിൻ്റെ വേറെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. തമ്മ ലൈറ്റ് ഇട്ട് വേറെ വേറെ ലുക്കായിരിക്കും അല്ലേ എല്ലാ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞെടുക്കുക ആ ഫോഗ് ലൈറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്ന് ഫോഗ് ലൈറ്റ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അന്ന് സെറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അന്ന് ആ ഫോഗ് ലൈറ്റ് കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ എഡ്ജിയുടെ ലൈറ്റാണ് കേട്ടോ. ലൈറ്റിൻ്റെ അതാ അകത്ത് ഒരെണ്ണം പൊട്ടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പൊട്ടിക്കാത്ത ജസ്റ്റ് ഇത് കാണിച്ചു തരാം. ഭയങ്കരമാണ് ലുക്ക് ഇരിക്കുന്നത്. ഇത് മുമ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ 220 ഇരിക്കുന്ന ഫോഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെയിം ലെൻസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷേ ഇതിന് കുറച്ച് വെട്ടം കുറവാണ്. പിന്നെ അതിൻ്റെ അത് ഫാനും ഈ ഒരു മോഡലിന് ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ബാക്കിൽ ഫാനും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് നല്ല ഹീറ്റായി പഴുത്ത് ഇപ്പോൾ ഒരെണ്ണം കത്തുള്ളൂ. കാണിച്ചു തരാമേ. എന്നാൽ ലൈറ്റ് ഓണാക്കി ഇട്ടിരിക്കുകയാണ്. ഈ ഒരു സൈഡിൽ എല്ലാം മാത്രം കത്തി കിടക്കുള്ളൂ. അതൊരു വൈറ്റ് ഇപ്പോൾ കത്തുന്നില്ല. അത് മങ്ങിപ്പോയി, ഇത് മങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് എഡ്ജിയുടെ ഈ സാധനം വാങ്ങിച്ചത്. അപ്പം ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. എഡ്ജിയുടെ ബ്രാൻഡും അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പം നല്ലൊരു വെട്ടവും കിട്ടും, നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ലുക്കുമാണ്. റൗണ്ട് ഷേപ്പിലായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ ഈ ചിറകും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെ വേണം നമുക്ക് ഒളിപ്പിച്ച് വയ്ക്കാം. അപ്പോൾ ഈ ഒരു ലൈറ്റ് നമ്മൾ 220 സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം മുമ്പ് ഇരുന്ന ആ സ്ഥലത്തേക്കല്ല നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ ഇവിടെ വെച്ചുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സംഭവം യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ നമ്മൾ ഹാൻഡിൽ അങ്ങോട്ടും കൂടി തിരിക്കുന്ന സമയത്ത് ആ ഒരു പൊസിഷനിൽ വെട്ടവും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. പക്ഷേ ഇത് വേറെ ഇടയിൽ കുറച്ചുകൂടി പൊക്കത്തോട്ട് ആക്കണം. ഈ ഒരു താന്നിരിക്കുന്ന ഭാഗമായിട്ട് അലോയിൽ ചെളിയും കാര്യങ്ങളൊക്കെ അടിച്ച് നേരെ ലൈറ്റിലോട്ട് അടിച്ച് തരും കേട്ടോ. അപ്പം ഈ ഒരു മോഡലിലെ കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ ഫാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബേക്കിൽ ഫുള്ള് ഒരു ഹോൾ കണക്ക് സെറ്റപ്പാണ്. അപ്പോൾ ചെളിയും കാര്യങ്ങളൊക്കെ അകത്തോട്ട് കയറി പെട്ടെന്ന് അടിച്ചു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. വെള്ളം പോയാൽ പിന്നെയും കുഴപ്പമില്ല, അത്യാവശ്യം വാട്ടർ പ്രൂഫായിട്ട് നിന്നോളും കേട്ടോ. പക്ഷേ ചെളിയൊക്കെ കയറി അതിൻ്റെ അകത്ത് അപ്പിപ്പിടിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് മാറ്റി കുറച്ചുകൂടി മുകളിലോട്ട് വയ്ക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇതായി ഈ കിറ്റിൻ്റെ ഈ ഒരു വശത്തായിട്ട് വയ്ക്കണം, അല്ലെങ്കിൽ ഈ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ട് ഈ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ രണ്ട് സൈഡായിട്ട് വയ്ക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം തോന്നിയത് ഈ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ട് ഇവിടെ രണ്ട് സ്ഥലത്ത് വയ്ക്കുന്ന കണക്കാണ് കേട്ടോ. അപ്പം ആ ഒരു സൈഡിലേക്ക് വെക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു ഫോഗ് ലൈറ്റ് ഇപ്പം ഒരെണ്ണം അഴിച്ചെടുത്ത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഈ ഒരു ലൈറ്റ് നമ്മളിപ്പോൾ വണ്ടിയുടെ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ താഴെയായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പോകാനായിട്ടാണ്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ആദ്യം നമുക്ക് ഫ്രണ്ടിലത്തെ നമ്പർ പ്ലേറ്റ് അഴിച്ചെടുക്കാം. ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഒരു ഷീറ്റ് എടുക്കുന്ന സംഭവം ഉണ്ട് കേട്ടോ. ഇതാണ് ആ ഷീറ്റ് എന്ന് പറയുന്നത്. ഇത് സംഭവം 4 സ്ക്രൂവിലായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഈ ഒരു ഷീറ്റിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ ഒരു ഷീറ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് സെറ്റ് ചെയ്താൽ ഇരിക്കുമെന്ന് വെച്ചാൽ 100% ഇരിക്കും. ഞാൻ മുമ്പ് ഒരു വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വണ്ടിയിൽ ഇപ്പോഴും ലൈറ്റ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം സെറ്റ് ചെയ്യാം. അപ്പോൾ ബോക്സിൻ്റെ കൂടെ നമുക്ക് ലൈറ്റും അതുപോലെ തന്നെ ഒരു സി മോഡൽ ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാമ്പ് നമുക്ക് ആദ്യം ഈ ഒരു ഷീറ്റിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഹോൾസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതാ ഈ എൻഡിലായിട്ടുള്ള ഈ ഒരു ഹോളിലാണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതും കറക്റ്റ് സെറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും ഒരേപോലെ ഒരേ ലെവലിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ ബോൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊരു 14-ൻ്റെ ഒരു നെറ്റും ബോൾട്ടും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ. അത് ഇത് അഴിച്ചെടുത്തിട്ട് നമുക്ക് ഈ ക്ലാമ്പിൻ്റെ അകത്തൂടെ കയറ്റി ഷീറ്റിലായിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. അതെന്ന് വെച്ചാൽ മുകളിലാണ് ടൈറ്റ് ചെയ്യാനുള്ളത്. അപ്പം നമ്മുടെ ഈ ബോൾട്ടും ഈ ഒരു ഈ ഒരു ബോൾട്ട് രണ്ട് നല്ല അടിപൊളിയായിട്ട് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ തട്ടിയിട്ട് പോലും അടങ്ങുന്നില്ല, അത്ര സ്ട്രോങ് ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ലൈറ്റിൻ്റെ 4 സൈഡ് നമുക്ക് ബോൾട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഏത് ആംഗിളിലാണോ വെച്ച് ടൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് വയർ മുകളിൽ ആവുന്ന രീതിയിൽ ടൈറ്റ് ചെയ്യാം. അതാകുമ്പോൾ വയർ അടി കൂടെ ആകുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും. ഇപ്പോൾ മുകളിൽ കൂടെ ആകുമ്പോൾ അറിയത്തില്ല വയർ കാണുന്ന. അപ്പം അടിഭാഗത്തെ ലുക്ക് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ബോൾട്ടും അതുപോലെ അതിൻ്റെ കൂടെ കുഞ്ഞു വാഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ഈ ഒരു ലൈറ്റ് നമുക്ക് ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്യാം. രണ്ട് സൈഡിൽ നമ്മൾ ലൈറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലൈറ്റിൻ്റെ വേറെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മുകളിലോട്ട് താഴെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഫോക്കസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അത് ഇങ്ങനെ കുറച്ച് ഈ ഒരു ബോൾട്ട് ലൂസാക്കിയിട്ട് അഡ്ജസ്റ്റ് ആക്കിയാൽ മതി. അതിനുശേഷം ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ സെറ്റിംഗ് പരിപാടി അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഈ ഒരു ഷീറ്റ് പഴയ വണ്ടി ഇരുന്ന് കണക്ക് സെറ്റാക്കാം.
അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ലുക്ക് എന്ന് പറയുന്നത്. ലൈറ്റിന് ചെറിയൊരു ബെൻഡിങ് കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ആ ക്ലാമ്പ് വളർന്നിട്ടുള്ള ബെൻഡാണ്. അത് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. വണ്ടി ഫുള്ള് വീഡിയോ അവസാനിക്കുമ്പോൾ ഞാൻ എല്ലാം കറക്റ്റ് ലെവലായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഫോഗ്ലൈറ്റിൻ്റെ വയറിങ് എടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് ഡയറക്റ്റ് എടുത്ത് കണക്ഷൻ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വച്ചിരിക്കുന്ന സ്വിച്ച് എന്ന് പറയുന്നത് ഇതാണ്. ഒരെണ്ണം ഇടാകുമ്പോൾ വൈറ്റ്, ഒരെണ്ണം ഇടുമ്പോൾ യെല്ലോ, ആ ഒരു രീതിയിലാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഡയറക്റ്റ് വയറെടുത്ത് മറ്റേതിലോട്ട് കൊടുത്താൽ മാത്രം മതി. എനിക്കത് സിമ്പിളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൂടെ കൊടുത്തിട്ട് കാണാം. കണക്ഷൻ ഞാൻ കൊടുത്തിട്ട് ശരിയാവുന്നില്ല. ലൈറ്റ് കത്തുന്നുണ്ട്, പക്ഷേ നമ്മുടെ സ്വിച്ചിൻ്റെ അകത്തൊരു ലൈറ്റ് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന സ്വിച്ചിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഒരു റെഡ് ലൈറ്റ് കത്തി കിടക്കും. പക്ഷേ ആ ഒരു ലൈറ്റ് കത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വയറിങ് ഇടയിൽ കൊണ്ടുവന്ന് അതിൽ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടോ. അപ്പോൾ ഫുൾ കണക്ഷൻ കൊടുക്കുകയാണ്. നമ്മൾ ലൈറ്റ് ഇടാൻ നേരത്തെ ഹാൻഡിലെ ഈ സ്വിച്ചും കത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം അടിപൊളിയായിട്ട് സെറ്റ് ആക്കട്ടെ. എന്നിട്ട് നമുക്ക് ലൈറ്റിൻ്റെ വർക്കിങ് കാര്യങ്ങളൊക്കെ കാണാം. ഗൈസ്, അപ്പോൾ ലൈറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിയാറായിട്ടാണ്. ലൈറ്റ് ഇതാ കത്തി കിട്ടി. ഇനിയിപ്പോൾ സ്വിച്ചിൻ്റെ ലൈറ്റും കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയൊക്കെ കാണാം, സ്വിച്ച് കത്തി കിടക്കുന്നുണ്ടോ. ഓഫ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓഫ് ആവും. ഈ സമയം രാത്രി ഭയങ്കര യൂസാണ് കേട്ടോ. നമുക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്യണമെങ്കിൽ ഈ ഹാൻഡിൽ ഫുള്ള് ഇരുട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യണമെങ്കിൽ ഈ സ്വിച്ച് പെട്ടെന്ന് കാണാൻ പറ്റും. ലൈറ്റ് കിടക്കുന്നുണ്ട്. നൈസ് പരിപാടിയാണ്. അപ്പോൾ ഗൈസ്, വണ്ടിയുടെ ലുക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? രാവിലെ തന്നെ ഇങ്ങനെ ലൈറ്റ് ഇട്ട് പോകാനൊക്കെ ഭയങ്കര ലുക്കായിരിക്കും അല്ലേ? എല്ലാ ലൈറ്റൊക്കെ അതിനിപ്പോൾ ജസ്റ്റ് ഒന്ന് വൈറ്റ് കൊണ്ടിട്ട് കാണിച്ചു തരാം. ഇതാണ് വൈറ്റ് ലൈറ്റ്. രണ്ടും പൊളിയാണ്, ഒരേ പൊളിയാണ്. പക്ഷേ ഒടുക്കത്ത് വെട്ടമുണ്ട്. രണ്ട് ലൈറ്റ് ഒരേപോലത്തെ വെട്ടമാണ്. ഡ്യൂക്കിലും വെച്ചിട്ടുണ്ട്. ഈ സെയിം ലൈറ്റിന് അതിനകത്ത് വെച്ചിട്ടുള്ള കേട്ടോ. ബ്രാൻഡ് നെയിം മാത്രമേ മാറ്റമുള്ളൂ. പക്ഷേ വെട്ടം സെയിമാണ്, ഒരു രക്ഷയില്ല. ഇനി ഇതിൻ്റെ നൈറ്റ് വെട്ടം കൂടെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ രാത്രിത്തെ വ്യൂ നോക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വൈറ്റ് വെട്ടം എന്ന് പറയുന്നത്. ഞാൻ ലൈറ്റ് കുറച്ച് താത്താണ് വെച്ചിരിക്കുന്നത്. മാത്രമല്ല രണ്ട് സൈഡ് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ, വി കണക്കാണ് വെച്ചിരിക്കുന്നത്. ഇത് ഒരു ലൈറ്റിൻ്റെ വെട്ടം, ഇത് മറ്റൊരു ലൈറ്റിൻ്റെ വെട്ടം കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ഫുൾ വൈഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി യെല്ലോ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. യെല്ലോ ലൈറ്റ് കുറച്ച് ബ്രൈറ്റാണ്, മുകളിലോട്ടാണ് അടിക്കുന്നത്. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് താക്കാം. ജസ്റ്റ് ഇത് കാണിച്ചു തരാം. ആണ്ടല്ലേ, താത്ത നമുക്ക് അടിപൊളിയായിട്ട് വെട്ടം കിട്ടും. ഇതും അതുപോലെ താത്താൽ മതി കേട്ടോ. പൊളിയായിട്ടിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ വേണം യൂസ് ചെയ്യാനായിട്ട് വരും. ഇതാണ് നൈറ്റിലത്തെ വെട്ടം, ഒരു രക്ഷയില്ലല്ലേ? പൊളിയാ. റോഡൊക്കെ ഫുള്ള് കംപ്ലീറ്റ് കാണാൻ പറ്റും. ഇതിൻ്റെ ഒറിജിനൽ സ്റ്റോക്ക് ഓട്ടോയൊക്കെ വെച്ച് നമുക്കൊരു കുഴി പോലും അറിയാൻ പറ്റത്തില്ല കേട്ടോ. ഇതൊക്കെ വെച്ച് പോകുന്നിടത്ത് നമുക്കിപ്പോൾ പല സ്ഥലത്തൊക്കെ പോകുന്നതല്ലേ. അപ്പം ഈ മഞ്ഞത്തൊക്കെ പോകുന്ന നമുക്ക് യെല്ലോ കിട്ടും. അല്ലാതെ മഴയത്ത് കാര്യങ്ങളൊക്കെ യെല്ലോ ഇട്ടൊക്കെ പോകാം. റോഡൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ അത്യാവശ്യം കുണ്ടും കൂടിയുള്ള റോഡൊക്കെ ആണല്ലോ കേരളത്തിലെ റോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ഈ വെട്ടം ഉള്ളതുകൊണ്ട് എല്ലാം ക്ലിയർ ആയിട്ട് കണ്ടുകൊണ്ട് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാൻ പറയാനുള്ളത് വെച്ചാൽ ആർക്കും ഉപദ്രവം അല്ലാത്ത രീതിയിൽ വേണം ഈ ഒരു വെട്ടം ഉപയോഗിക്കുക. അതായത് ഹൈവേയിലൊക്കെ നമുക്ക് റോഡൊക്കെ അത്യാവശ്യം കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് സ്റ്റോക്ക് വെട്ടത്തിൽ തന്നെ പോകണം കേട്ടോ. അല്ലാതെ ഈ ഒരു വെട്ടം നമ്മളെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി എല്ലാ ലൈറ്റും കൂടെ വാരിയിട്ട് എതിരെ വരുന്ന ആൾക്കാർക്ക് ഒരു തരത്തിലും ദ്രോഹവും കാര്യങ്ങളൊന്നും ചെയ്യില്ല. നമുക്ക് വെട്ടം കുറവായ സ്ഥലത്ത്, അതായത് നല്ല ഇരുട്ടത്ത് ഒട്ടും വെട്ടമില്ലാത്ത സ്ഥലത്ത് മാത്രമേ ഇതൊക്കെ യൂസ് ചെയ്യാവുള്ളൂ. ഏത് സ്ഥലത്തായാലും എതിരെ ഒരാൾ വരാൻ നേരത്ത് നമുക്ക് ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഡിമ്മിട്ട് തന്നെ പോകണം കേട്ടോ. അതിനകത്ത് വേറൊരു സംഭവം ഇപ്പോൾ ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ആണ്. നമ്പർ പ്ലേറ്റ് ഇപ്പോൾ ഇല്ല കേട്ടോ. സംഭവം ആ ഭാഗത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്പർ പ്ലേറ്റ് വയ്ക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്പർ പ്ലേറ്റ് വയ്ക്കുന്നുണ്ട്. അത് ഇന്ന് തന്നെ വയ്ക്കും. അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യേണ്ട അത്ര കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല. അത് ഞാൻ തന്നെ വീട്ടിൽ ചുമ്മാ ഒരു ചെറിയ കൊളുത്തും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിട്ട് നമ്മളെ വൈസറിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യും കേട്ടോ. നേരത്തെ അടിയിലുള്ളത് ഒക്കെ ഒട്ടും കാണാൻ പറ്റത്തില്ല. ഈ ഒരു ഭാഗത്ത് നമ്പർ പ്ലേറ്റ് ഇരുന്നാൽ, പക്ഷേ മുകളിലാകുമ്പോൾ എല്ലാവർക്കും നല്ലോണം കാണാനും പറ്റും. പോലീസുകാരൊക്കെ പെട്ടെന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ മുകളിൽ വയ്ക്കാൻ നേരത്ത്. പക്ഷേ ഇനിയിപ്പോൾ പെറ്റി അടിക്കുന്ന സമയത്ത് നമ്പർ പ്ലേറ്റ് മുകളിൽ വെച്ചെന്ന് പറഞ്ഞായിരിക്കും അവർ പെറ്റി അടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് മഞ്ഞ ഇട്ടിട്ട് അതിൻ്റെ പാക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയെന്നും വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരയ്ക്കും ഗുഡ് ബൈ.